നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. LPG ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ചുറപ്പിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിംഗ് വഴി വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവ കയ്യിൽ വേണം. ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും. നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി നാട്ടിക മത്സ്യഭവൻ പരിധിയിൽ തത്സമയ മത്സ്യവിപണന കേന്ദ്രം തുറന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. തൃശൂർ ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PD ലിസി പദ്ധതി വിശദീകരണം നടത്തി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, സീനിയർ സയന്റിസ്റ്റ് GB ശ്രീകാന്ത്, PMMSY ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KS ഗോകുൽ എന്നിവർ സംസാരിച്ചു. നിലവിൽ മത്സ്യ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന്റെ ഗുണമേന്മ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ വിപണിയിലെത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതുവഴി മത്സ്യ കർഷകരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വിപണിയുടെ അപര്യാപ്തത ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും. SNDP യോഗം നാട്ടിക യൂണിയൻ 101 അംഗ ചതയ ദിനാഘോഷ കമ്മിറ്റി രൂപീകരിച്ച ശ്രീനാരായണ ഗുരുദേവ ജയന്തി വർണ്ണശബളമാക്കി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും വാദ്യമേളത്തോടെ പീതപതാകയേന്തിയ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര തൃപ്രയാറിലൂടെ നാട്ടിക ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിക്കും. ആഗസ്റ്റ് 17-ന് ശാഖ സ്ഥിരാ കേന്ദ്രങ്ങളിലും എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തും. ശാഖയിൽ നിന്നും എത്തിച്ചേർന്ന ഭാരവാഹികളും വനിതാ സംഘം, മൈക്രോ ഫിനാൻസ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ പങ്കെടുത്ത യോഗം യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. സുദീപ് മാസ്റ്റർ അധ്യക്ഷനായി. മോഹനൻ കണ്ണംപുള്ളി, പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നരേന്ദ്രൻ തയ്യിൽ, ജയരാജൻ മാസ്റ്റർ, ബിനോയ് പാണപ്പറമ്പിൽ, CS ഗണേശൻ, തുഷാർ ഇല്ലിക്കൽ, ശ്രീജ മൗസ്മി എന്നിവർ സംസാരിച്ചു. ഷോർട്ട് ഫിലിം രംഗത്ത് പ്രൊഫസർ നരേന്ദ്രപ്രസാദ് ഇന്റർനാഷണൽ പുരസ്കാരത്തിന് അർഹരായ അയ്യൻ അയ്യപ്പൻ എന്ന ഭക്തിഗാനത്തിൽ പ്രവർത്തിച്ചവർക്ക് 01 മീഡിയ ക്രിയേഷൻസും കാഞ്ഞാണി പൗരാവലിയും സ്നേഹാദരവ് നൽകുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സുരേഷ് വാഴപ്പിള്ളി, എളനാട് പ്രദീപ് ദാമോദരൻ, അനിൽ മണലൂർ, നന്ദന സുരേഷ്, വള്ളിക്കുട്ടി ശങ്കുരു എന്നിവരെയാണ് ആദരിക്കുന്നത്. ഇതോടൊപ്പം 01 മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ റിലീസ് ചെയ്യുന്ന 23ാം ഷോർട്ട് ഫിലിം കൊതുക് നിവാരണത്തിന്റെ ലോഞ്ചിങ്ങും നടക്കും. കാഞ്ഞാണി സിംല മാളിൽ നടക്കുന്ന സ്നേഹാദരവ് മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്യും. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിക്കും. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് സ്നേഹാദരവ് നൽകും. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ ജനാർദ്ദൻ മണ്ണുമൽ, കൺവീനർ സുധീഷ് വാഴപ്പൂലി, അനിൽകുമാർ അന്തിക്കാട്, ബിനോജ് കാഞ്ഞാണി, രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്ക് സൈബർ ക്രൈം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാടാനപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു. ക്ലബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് അധ്യക്ഷനായി. സോൺ ചെയർപേഴ്സൺ MC മധനകുമാർ, സെക്രട്ടറി OM ബിജു, KS സിൻകുമാർ, സുരേഷ് കുമാർ, അനിത, NSS വോളണ്ടിയർമാരായ ദേവ് ശരൺ, അനന്തനാരായൺ എന്നിവർ സംസാരിച്ചു. മുൻ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PB സുനിൽകുമാർ, CP ജയപ്രകാശ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരൻ രാരമ്പത്ത്, MV ബിജിത്ത്, KK മദനൻ, അമൃത ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് മുൻവർഷം ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ആയിരുന്ന പീതാംബരൻ രാരമ്പത്തിനെ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്ററായി പുതിയ ലയൺ വർഷത്തേക്ക് തെരഞ്ഞെടുത്തു. അദ്ദേഹം ക്ലബ് പ്രസിഡന്റ്, സോൺ ചെയർപേഴ്സൺ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട്. കാഞ്ഞാണി ഹിന്ദു ഓഡിറ്റോറിയം, തോട്ടുപുര SN ബിൽഡിംഗ് എന്നിവയുടെ ഉടമ ശങ്കരനാരായണൻ തോട്ടുപുര അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടത്തും. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.